മുഖ്യമന്ത്രിയും ഗവർണറും അവിടെ ഒരേ വേദി പങ്കിടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. നമുക്കറിയാം, സംസ്ഥാന രാഷ്ട്രീയത്തിലെ വലിയ പോരുകൾക്ക് ശേഷം ഇരുവരും അപൂർവമായാണ് വേദികൾ പങ്കിടുന്നത്. ഒരുപക്ഷെ മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഈ വേദി പങ്കിടൽ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പരസ്പരം ഒന്ന് അഭിവാദ്യം അർപ്പിച്ചത് അല്ലാതെ അതിനപ്പുറത്തുള്ള യാതൊരു പ്രതികരണവും രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ദൃശ്യങ്ങളിലേക്ക് രാമചന്ദ്രൻ കടന്നപ്പള്ളിയിൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് വിദ്യാരമായ വിശ്വസ്തയും കൂറും പുറത്തുവന്നു. ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുന്നു. ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷി മുൻനിർത്തി നിറവേറ്റുമെന്നും ഭരണഘടനയും നിയമമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്തു. രാമചന്ദ്രൻ കടന്നപ്പള്ളിയിൽ എത്തുന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്തു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ കാര്യത്തിൽ ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്ഥിരീകരണം വേണം. ഗവർണർ അംഗീകരിക്കണം. വകുപ്പുകളിൽ അല്പം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇനി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ളത് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ്. അല്പസമയത്തിനകം അതും സംഭവിക്കും. ഭരണഘടനാ തലവനായ ഗവർണർ ഇപ്പോൾ അതിനുള്ള മേൽനോട്ടം നിർവഹിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ടടുത്തുണ്ട്. മുഖ്യമന്ത്രിയും ഗവർണറും വേദി പങ്കിടുന്ന അപൂർവ ദൃശ്യം കൂടി പ്രേക്ഷകർക്ക് കാണാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമുള്ള ഡോക്യുമെൻറ്റേഷൻസ്, പ്രധാനപ്പെട്ട രേഖകളിൽ ഗവർണർ ഒപ്പുവെക്കുന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും താനുമായി ബന്ധപ്പെട്ട പേപ്പറുകളിൽ ഒപ്പുവെക്കുന്ന കാഴ്ചകൾ കാണാം. നിയുക്ത മന്ത്രിയായിരുന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇപ്പോൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അഹമ്മദ് ദേവർഗോവലിന് പകരം